ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മോട്ടോർ ഷെഡ് കെട്ടുകയാണ്. അപ്പോൾ അതിനൊരു 3/4 അടി നമ്മൾ താത്തിയിട്ടുണ്ട്. 3/4 അടി. ഇത് കരിങ്കല്ലില്ല, നമ്മൾ വലിയ ഹോളോപ്സ് എട്ടുകാരൻ ഹോളോപ്സ് വെച്ചിട്ട് കെട്ടാനാണ് ഇത് ഫുള്ളായിട്ട്. നമ്മൾ മൂല തിരിച്ച് നൂല് ചുറ്റും കെട്ടിയിട്ടുണ്ട്. 6 അടി നീളം വരുന്നുണ്ട്, 5 അടി വീതിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടി മട്ടിയിട്ട് ഫുള്ളായിട്ട് മറ്റേ വലിയ ഹോളോപ്സ് എട്ടുകാരൻ ഹോളോപ്സ് വെച്ച് ചെയ്യണം. 3 വരി ഹൈറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്നത് 60 ഹോളോപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. 60 എണ്ണം അത്രയും വരുന്നില്ല, 2-3 എണ്ണം ബാക്കി വന്നിട്ടുണ്ട്. ഒരു കറക്റ്റായിട്ട് 60 ഹോളോപ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ 3 വരി വെച്ചിട്ടുണ്ട് ഹോളോപ്സ്. ഇതിന് മേലേക്ക് നമ്മൾ ചെയ്യുന്നത് 4 ഇഞ്ച് കട്ട വെച്ചിട്ടാണ് കെട്ടുന്നത്. 4 ഇഞ്ച് കട്ട വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം 9 വരി ഹൈറ്റ് വെക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം 6 വരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്നത് മറ്റേ ഗേറ്റിൻ്റെ പഴയ ഉള്ള കുറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഡോറ് അതിൽ തൂക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് 6 വരി ഹൈറ്റിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ടുണ്ട് കുറ്റി. അതിൻ്റെ മേളിൽ ഫ്രണ്ട് ഭാഗം ഒരു 4 വരി വെച്ച് അങ്ങനെ മൊത്തം ഒരു 9 വരി ഫ്രണ്ട് ഭാഗം വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മളൊരു 8 വരി വെച്ചിട്ടുണ്ട്. ആ 8 വരിക്ക് 9 വരി വെച്ച് നിന്ന് ചരിവ് കൊടുത്തിരിക്കണം. 1 വരിൻ്റെ ചരിവാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ ഷീറ്റ് വെക്കാനുള്ള കമ്പിയൊക്കെ നമ്മൾ അതോടെ തന്നെ സെറ്റാക്കി ഉള്ളിൽ മട്ടിയൊക്കെ ഇട്ട് ഫിനിഷിംഗ് ആക്കി നമുക്ക് വന്നിരിക്കുന്നത് 160 ഹോളോപ്സ് വന്നിട്ട് ചെറിയ കല്ല് 2.5 ചാക്ക് സിമെൻറ്റും